ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ചന്ദ്രമതി ശ്രുതിക്ക് വാണിംഗ് കൊടുത്തേക്കാണ്. എങ്ങനെയെങ്കിലും രേവതിയുടെ സ്വർണം തിരിച്ചു കൊണ്ടുവരണം. ഗോൾഡ് ആഭരണങ്ങൾ മാറ്റിയിട്ട് അവിടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മാറ്റിയിട്ട് അവിടെ ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചേ പറ്റൂ. ഇനി ഇതിൻ്റെ പേരിൽ നീ എന്നോട് ഒരു എക്സ്ക്യൂസും പറയണ്ട. ഇനി നിൻ്റെ കൂടെ ഒരു കള്ളത്തരത്തിനും കൂട്ടുന്നൊക്കെ എനിക്ക് പറ്റില്ല. നീ എന്താ ചെയ്തോന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ ശ്രുതിയുടെ മേത്തേക്കിട്ടിട്ട് ചന്ദ്രമതി എസ്കേപ്പായ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കാൻ, ഈശ്വര ഞാൻ എവിടുന്നാണ് ഇനിയിപ്പോൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുക, ഞാൻ എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് രേവതി ഇങ്ങനെ അടുക്കളയിൽ പാത്രങ്ങൾ കടപ്പടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാത്രങ്ങൾ വലിച്ചെറിയാണ്. സിങ്കിലേക്ക് ഇങ്ങനെ കഴുകാനുള്ള പാത്രങ്ങൾ ചടോപടോ പറഞ്ഞിട്ടാണ് ഇടണത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കും, നീ എന്തായി കാണിക്കുന്നത് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ കാണിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളും കേട്ടതല്ല അവർ പറഞ്ഞതൊക്കെ, എൻ്റെ വീട്ടുകാരല്ല അവർ കുറ്റം പറഞ്ഞത്. രേവതി, എനിക്കറിയില്ല നിൻ്റെ വീട്ടുകാരെ സ്വർണ്ണം എടുത്തിട്ടില്ല എന്ന്, പക്ഷേ നിങ്ങളുടെ അമ്മ പറയണ കേട്ടില്ല എൻ്റെ വീട്ടുകാരെ സ്വർണ്ണം എടുത്തതെന്ന്. ഞാൻ ഈ ദേഷ്യം തീർക്കുക എന്നൊക്കെ പറയണ രേവതി. അപ്പോൾ സച്ചി പറയും, എനിക്കറിയാം രേവതി, ഈ സ്വർണ്ണം എടുത്തേക്കുന്നത് ശ്രുതി തന്നെയാണ്. നമ്മളത് സംസാരിക്കുമ്പോൾ ശ്രുതിയുടെ മുഖഭാവം ശ്രദ്ധിച്ചോ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ശ്രുതിയാണ് ഈ സ്വർണ്ണം എടുത്തേക്കണതെന്ന്? അവൻ തന്നെയാണ്. ഒന്നുകിൽ അവൻ അമ്മയുടെ അറിവോട് കൂടിയിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ രേവതി പറയണത് ശരിയായിരിക്കും, നിങ്ങളുടെ അമ്മ സമ്മതിച്ചിട്ടായിരിക്കും അല്ലേ നിങ്ങളുടെ ഏട്ടൻ ഈ സ്വർണ്ണം എടുത്തിട്ടുണ്ടാവുക. അതെ, പക്ഷെ അത് അവൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും വരില്ല, അമ്മയുടെ വായൊന്നും വരില്ല. അത് അവനെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കണം എന്ന് പറയണം. അപ്പോൾ രേവതി ചോദിക്കുക, അതെങ്ങനെ സച്ചിയേട്ടാ, അതെങ്ങനെ നടക്കും? നമ്മളതിന് എന്താ ചെയ്യുക? അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ഏട്ടൻ അത് സത്യം തുറന്ന് സമ്മതിച്ച് തരില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാം, അതിനിപ്പോൾ എന്തെങ്കിലും ഒരു വഴി വേണ്ട രേവതി, എന്താ ഇപ്പോൾ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചിട്ട് പറയണം. ഒരു വഴിയുണ്ട് രേവതി. എന്താ ചോദിക്കുമ്പോൾ, അവനെ പിടിച്ച് 4 ഇടി ഇടിച്ചാലോ? അതെ, മിണ്ടാതെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ 4 ഇടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി അതിലിടപെടും, എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, പിന്നെ അവളെ ഇറങ്ങിപ്പോവും, പിന്നെ അമ്മ അതിലും വലിയ പ്രശ്നമാക്കും. അതൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും മാർഗം നോക്കാൻ പറയുമ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ജ്വല്ലറി എന്ന് പറയാം, അവൻ ഓർണമെൻറ്റ്സ് മേടിച്ചിട്ടുള്ള ജ്വല്ലറി എന്ന് പറയാം. എങ്ങനെയുണ്ട് നിങ്ങൾ മേടിച്ച ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ? ഒറിജിനൽ ആഭരണങ്ങൾ പോലെ ഉണ്ടോ? ഇഷ്ടമായോ? എന്താണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞത്? അത് കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർണ്ണമല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ രേവതി. അപ്പോൾ അവൻ തത്ത പറയുന്ന പോലെ എല്ലാം പറയും. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ കേൾപ്പിച്ചു കൊടുക്കാമെന്ന് പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണത്, ശരിയാണ്, അത് നല്ല ഐഡിയ ആണ് കേട്ടോ സച്ചിയേട്ടാ, നമുക്കെന്ന് അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ, എന്നാൽ ഞാൻ വിളിക്കാം അവനെ എന്ന് പറയുമ്പോൾ രേവതി പറയണം, നന്നായി, സച്ചിയേട്ടൻ വിളിച്ച സച്ചിയേട്ടൻ്റെ ശബ്ദം നിങ്ങളുടെ ഏട്ടനെ മനസ്സിലാവില്ലേ? ഞാൻ ശബ്ദം മാറ്റി വിളിച്ചാൽ പറയാം. എങ്ങനെ ശബ്ദം മാറ്റി വിളിച്ചാലും നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അത് നിങ്ങളുടെ ഏട്ടനെ മനസ്സിലാവും. എന്നൊരു കാര്യം ചെയ്യ്, നീ വിളിക്ക്. ഞാനൊന്നും വിളിച്ച് ശരിയാവില്ല പറയാണ് രേവതി. ഒരു ഐഡിയ ഉണ്ട് സച്ചിയേട്ടാ പറയാണ് രേവതി. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയാം, നമുക്ക് വർഷയെ കൊണ്ട് വിളിപ്പിക്കാമല്ലോ. പല ശബ്ദത്തിൽ വിളിക്കുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, വർഷയെ കൊണ്ട് തന്നെ നമുക്ക് വിളിപ്പിക്കാം. അപ്പോൾ വർഷ നീ പറഞ്ഞ കേൾക്കും, ഞാൻ പറഞ്ഞ വർഷ കേൾക്കും, നമുക്ക് വർഷയെ കൊണ്ട് വിളിപ്പിക്കാം സച്ചേട്ടാ പറയുമ്പോൾ പറയും, എന്നാൽ വർഷയോട് നീ വിവരം പറയും. എന്തായാലും ഇവിടെ വെച്ചിട്ട് വേണ്ട, അവളോട് ശ്രീകാന്തിൻ്റെ ക്യാൻറ്റീനിലേക്ക് വരാൻ പറയേ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ശരി സച്ചേട്ടാ പറഞ്ഞിട്ട് അങ്ങനെ രേവതി വർഷം വിളിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് പറയണ, സച്ചേട്ടാ എനിക്ക് സ്വർണ്ണിട്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്താണത്, നമുക്ക് ഒരിക്കലും അത് കൈവിട്ട് കളയാൻ പാടില്ല. അത് നമ്മൾ നിധി പോലെ സൂക്ഷിക്കേണ്ട സാധനമാണ്, നമ്മളത് കളയാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് അത് എടുത്തേക്കുന്നത് ശ്രുതിയാന്ന് 100% ഉറപ്പിച്ചിട്ടാണ് സച്ചി ഇരിക്കണത്. അങ്ങനെ രേവതി വർഷയെ വിളിച്ച് പറഞ്ഞതിന് പ്രകാരം വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്താണ്. അവിടെ വെച്ചിട്ട് വർഷേനെ കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, നീ ഇന്നെന്താ നേരത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായില്ലല്ലോ, നീ ഇന്നെന്താ നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നേക്കണ? ചോദിക്കാൻ പറയും, ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതെന്നല്ല. അപ്പം എന്നെ കാണാതിരിക്കാൻ പറ്റണില്ല അല്ലേ, അതുകൊണ്ട് വന്നതാണല്ലോ. ഒന്ന് പോടാ, നിന്നെ കാണാൻ വേണ്ടി വന്നതെന്നല്ല, ഞാൻ രേവതി ചേച്ചി പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞു. രേവതി ചേച്ചി പറഞ്ഞിട്ട് വന്നത് അതെന്താ ചോദിക്കുമ്പോൾ പറയും, അറിയില്ല രേവതി ചേച്ചി, സച്ചേട്ടൻ ഇപ്പം ഇങ്ങോട്ട് വരും, എന്താ കാര്യം എന്നറിയില്ല, എന്നോട് ഇവിടെ വെച്ചിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കണതിൻ്റെ ഇടയിൽ സച്ചി രേവതി കൂടി കടന്നു വരികയാണ്. അപ്പോൾ സച്ചി ശ്രീകാന്തെ വിളിക്കുകയാണ്, ഏട്ടൻ വന്നല്ലോ, എന്താ സച്ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ട് പറയും. എന്നാൽ ശരി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രീകാന്ത് അവരേനും കൂട്ടി അകത്തേക്ക് പോവും. എന്നിട്ട് അവിടെ ഒരു ടേബിളുമേ അവർ 4 പേരും കൂടി ഇരുന്നു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, നിനക്കറിയാലോ ഞങ്ങളുടെ ഗോൾഡ് പോയ കാര്യം, അത് ഇതുവരെ വിട്ടില്ലേ? എനിക്ക് ശ്രുതിയെ നല്ല സംശയമുണ്ട് ശ്രീകാന്ത്, ചേട്ടൻ ആ ടോപ്പിക്ക് ഇതുവരെ വിട്ടില്ലേ സച്ചേട്ടാ ചോദിക്കുകയാണ് ശ്രീകാന്ത്. എങ്ങനെ വിടും ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി
അങ്ങനെ വർഷയും ശ്രീകാന്തും സച്ചി രേവതിയും കൂടി സ്വർണം പോയതിനെപ്പറ്റി സംസാരിക്കുകയും സുധിയാണ് അത് എടുത്തതെന്ന് സംശയമുണ്ടെന്ന് സച്ചി പറയുകയും ചെയ്യുന്നു. അങ്ങനെ സുധിയുടെ അടുത്ത് നിന്ന് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വർഷ സഹായിക്കണമെന്ന് രേവതി വർഷയോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, ഞാൻ എന്ത് സഹായം വേണ്ട രേവതി ചേച്ചിക്ക് വേണ്ടി ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒരു വർഷയെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിലേക്കാണ് നീ എടുത്ത് ചാടാൻ പോണത്, ഇത് വളരെ പ്രശ്നവും, നീ ആവശ്യമില്ലാത്ത നിൽക്കരുത് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കും ശ്രീകാന്ത്, എന്താണെന്ന് ഞാൻ ആദ്യം അറിയട്ടെ എന്ന് പറയാണ്. അപ്പോൾ പറയും, വേറെ ഒന്നല്ല വർഷേ, നീ കുറേ ശബ്ദങ്ങൾ മാറ്റി സംസാരിക്കുന്ന ആളാണല്ലോ, എന്തായാലും എനിക്ക് തന്നേക്കുന്നത് സ്വർണ്ണത്തിന് പകരം ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ കടയിൽ നിന്നാണ് വിളിക്കണം എന്നുള്ള മാതിരി വിളിക്കണം. ഓ അത് ശരി, അപ്പോൾ ആ ആഭരണങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതിന് അതിൻ്റെ പ്ലേ ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കണമല്ലേ രേവതി ചേച്ചി ചോദിക്കുമ്പോൾ അതേ പറയും. ഓക്കെ, അത് ഞാൻ ഏറ്റു പറയുമ്പോൾ ശ്രീകാന്ത് വീണ്ടും പറയും, വേണ്ട വർഷേ, ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടെന്ന്. അപ്പോൾ സച്ചി പറയും, നീ എന്താണ് എങ്ങനെ പറയണത്, അല്ല സച്ചിയേട്ടാ അത് വിട്ടേക്ക്, ഇനി അതുമ്പോൾ പിടിച്ച് കയറണ്ട സച്ചിയേട്ടാ പറയുമ്പോൾ സച്ചി പറയടാ, വർഷയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരു ദിവസം ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി നിനക്കത് സഹിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ, ഇനിയിപ്പോൾ അവനെ വിശ്വസിച്ചിട്ട് സ്വർണ്ണമൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി, നാളെ അവൻ വർഷയുടെ സ്വർണ്ണം എടുക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി പറയും, വർഷേ ആഭരണങ്ങളുടെ പേരൊക്കെ എനിക്കറിയാം, ഞാനതൊക്കെ എഴുതി തരാം, നീ അത് വെച്ചിട്ടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അത് വേണം എടുത്തിന്ന് ചോദിക്കുമ്പോൾ വേണം ശ്രീകാന്തെ പറയുമ്പോൾ ശ്രീകാന്തിനോട് ഒരു പേനയും ബുക്കും എടുത്തിട്ട് വരാൻ പറയുമ്പോൾ ശ്രീകാന്ത് പോയിട്ട് പേനയും ബുക്കും എടുത്തിട്ട് വരികയാണ്. അങ്ങനെ അവർ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് ഈ സമയത്ത്. ശ്രുതിയുടെ ഷോപ്പിലേക്ക് ഹോം അപ്ലയൻസസിൻ്റെ ഷോപ്പിലേക്ക് ശ്രുതി കയറി വരുമ്പോൾ ശ്രുതി കാണുന്ന കാഴ്ച എന്താണെന്ന് പറയുക, ശ്രുതി സുഖസുന്ദരമായ കസേരയിൽ നിവർന്ന് കിടന്ന് ഉറങ്ങണ സമയത്ത് ശ്രുതി വന്നിട്ട്, ഈശ്വര അത് എന്തായി കാണിക്കണേ, കിടന്ന് ഉറങ്ങാണല്ലോ, ശ്രുതി എന്നൊരൊറ്റ വിളിക്കുമ്പോൾ ശ്രുതി ചാടി നീട്ടിട്ട്, അതെ ഒന്നുകിൽ എൻ്റെ പ്രൊഡക്റ്റ് തിരിച്ചതാ, അല്ലെങ്കിൽ എൻ്റെ 5 ലക്ഷം രൂപ താ, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യം ആകെ പ്രശ്നമായിട്ടിരിക്കണമെന്ന് പറയാണ് ശ്രുതി പെട്ടെന്ന് ചാടി നീട്ടിട്ട്. അപ്പോൾ ശ്രുതി എന്താ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, അതോ ഞാനിങ്ങനെ പെട്ടെന്ന് എന്തോ ആലോചിച്ചിരുന്നപ്പോഴേന്നൊക്കെ പറയണം. ശ്രുതി ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്, ആൾക്കാർ കണ്ട് എന്ത് വിചാരിക്കും, അല്ല ശ്രുതി ഞാൻ ആകെ ടയേർഡ് അതുകൊണ്ട് ഇറങ്ങിപ്പോയത്, ശ്രുതി എന്താ ഈ പ്രൊഡക്ട്സിൻ്റെ കാര്യം സ്വർണ്ണത്തിൻ്റെ കാര്യമൊക്കെ പറയണുണ്ടായിരുന്നല്ലോ, അത് കേട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ശ്രുതി. എൻ്റെ ശ്രുതി 5 ലക്ഷം രൂപയുടെ പ്രൊഡക്ട്സ് കൊണ്ടുപോയില്ലേ, ശ്രുതി 5 ലക്ഷം രൂപയുടെ പ്രൊഡക്ട്സ് കൊണ്ടുപോയ പ്രൊഡക്ട്സ് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതും അതുകൂടാതെ വീട്ടിലത്തെ സ്വർണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ കിടന്നപ്പോൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ ശ്രുതി എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി എന്തിനാ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്, ശ്രുതി കടയിലിരിക്കുമ്പോൾ ശ്രുതി കടയിലത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേ, അന്ന് നമുക്ക് 5 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നില്ല, അതുപോലെ എന്നും എങ്ങനെ 5 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാക്കാമെന്ന് എന്ന് കണ്ടുപിടിക്കുക, അങ്ങനെ ചിന്തിക്കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിനെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഫോൺ വരികയാണ്. മീരയാണല്ലോ, എന്തിനാവുക മീര വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് പോണ സമയത്ത് ശ്രുതിയുടെ ഫോൺ അടിക്കണം. ശ്രുതിയുടെ ഫോൺ അടിക്കുമ്പോൾ ശ്രുതി ഫോൺ എടുത്തിട്ട് പറയും, ഹലോ പറയുമ്പോൾ, സർ ഞാൻ റോയൽ ജ്വല്ലറിയിൽ നിന്ന്, അപ്പോൾ വർഷയാണ് കേട്ടോ ശബ്ദം മാറ്റി സംസാരിക്കുന്നത്. അപ്പോൾ വർഷ ശബ്ദം മാറ്റി സംസാരിക്കുന്നത്, സാർ ഞാൻ റോയൽ ജ്വല്ലറിയിൽ നിന്നാണ്, താങ്കൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങളെപ്പോലുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ എടുത്തായിരുന്നല്ലോ കഴിഞ്ഞ ഫ്രൈഡേ, അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും. അപ്പോൾ ശ്രുതി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രുതി ആലോചിക്കാൻ, അങ്ങനെ ഒരു കോള് വരാൻ വഴിയില്ലല്ലോ, ഇതിപ്പോൾ ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, സാർ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാശിമാലയുടെ നെക്ലസും പിന്നെ സാർ 4 വളയാണ്, അതെങ്ങനെയുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക്, എല്ലാവരും എന്താ അഭിപ്രായമാണ് പറഞ്ഞത്, സ്വർണ്ണമാണെന്ന് ആരെങ്കിലും, സ്വർണ്ണം അല്ല എന്ന് തിരിച്ചറിഞ്ഞു ആരെങ്കിലും, സാറിൻ്റെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയായിരിക്കും, ഞാൻ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, അതിന് ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് സ്വർണ്ണാഭരണം മേടിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു, ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു, സാറിന് നുണ പറയുന്നത്, സാറിൽ കഴിഞ്ഞ ഫ്രൈഡേ വന്ന് മേടിച്ചത്, ഞാൻ ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ അതായത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല, ഞാനൊരു വലിയ ബിസിനസ്മാനാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അത്രയും ചീപ്പ് പരിപാടികളൊന്നും കാണിക്കുകയില്ല എന്നൊക്കെ പറയണം. സാർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന്, വെറുതെ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത്, ഇനി മേലെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ശല്യപ്പെടുത്തി എനിക്ക് സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും എന്നിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ വർഷ പറയാണ് ശ്രുതിയായിട്ട് എടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ രേവതിയുടെ സച്ചിയുടെയും പ്ലാൻ ചീറ്റിപ്പോവാണ്. വർഷ പറയാണ്, ആളുടെ ഉള്ളിൽ ചെയ്യാൻ നോക്കിയതാന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് രേവതി ചേച്ചി, അതുകൊണ്ടാണ് ആളൊന്നും പറയാഞ്ഞത്, ആൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നതിന് ശേഷം മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്,
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്ലാനൊന്നും വർക്കൗട്ട് ആവില്ല എന്ന്, വെറുതെ ആവശ്യമില്ലാത്തത് എന്തിനാ നിൽക്കാൻ പോണതെന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പോൾ സച്ചി പറയടാ അവൻ തന്നെ എടുത്ത്, എനിക്ക് 100% ഉറപ്പ് അവൻ തന്നെയാണ് എടുത്തത് എന്ന്. കാരണം അവൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിളിച്ചപ്പോൾ അവന് സംശയം നിന്നിട്ട് അവൻ ഒഴിഞ്ഞു മാറിയതാണ് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം ഇനിയിപ്പോൾ എന്താ ചെയ്യുക സച്ചിട്ട് ചോദിക്കുമ്പോൾ വാ എന്തെങ്കിലും വഴി നോക്കാം, വാ പോവാ പറഞ്ഞിട്ട് സച്ചി നിൽക്കുമ്പോൾ പറയും ശ്രീകാന്ത് പോവാണ് സച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ, വേണ്ടടാ നിങ്ങൾ കഴിക്കേ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് രേവതിനെയും കൂട്ടിയിട്ട് സച്ചി പോവാണ്. അപ്പോൾ സച്ചി പോയി ഇറങ്ങിക്കഴിയുമ്പോൾ രേവതി പറയണ വർഷയോട് വർഷ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പറയുമ്പോൾ എന്തിനു രേവതി ചേച്ചി ഇങ്ങനെ നന്ദിയൊക്കെ പറയണേ, ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നോട് ചോദിച്ചോ പറയണം. അപ്പോൾ രേവതി പറയണം സച്ചിയേട്ടൻ പുറമേക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് സച്ചിയേട്ടന് പാവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി പോവാണ്. രേവതി പോയി കഴിയുമ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയും ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വർക്കൗട്ടായില്ല എന്ന്. വർഷേ സച്ചിയേട്ടൻ സുധിയേട്ടൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് കണ്ടറിയണം പറയുമ്പോൾ വർഷ പറയണം അതിനെന്താ പിന്നിൽ തന്നെ വേണം, സത്യം കണ്ടുപിടിക്കാൻ വേണം. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റിന് നമ്മുടെ വീട്ടിൽ ആവർത്തിക്കാൻ പാടില്ല, അത് കണ്ടുപിടിക്കാൻ തന്നെ വേണം. ശ്രീകാന്ത് എന്തിനാ അതൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നത്, ശ്രീകാന്ത് വന്നേ എനിക്ക് വിശന്നിട്ട് വയ്യ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറയാം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതി ഓടി വന്നിട്ട് ചന്ദ്രമതിയുടെ കൈ പിടിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് വാതിലടയ്ക്കണം. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക എന്താടാ എന്താ എൻ്റെ കയ്യിൽ നിന്ന് വിട പറയുമ്പോൾ ചോദിക്കും അമ്മ ഇങ്ങോട്ട് വാകുമ്പോൾ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് വിളിക്കണം. റൂം അടിക്കുമ്പോൾ ശ്രുതി ചോദിക്കും അമ്മേ അച്ഛനെ ഇവിടെ അമ്മയെ ചോദിക്കുമ്പോൾ അച്ഛൻ പുറത്ത് പോയേക്കാം, അച്ഛൻ പുറത്ത് പോയേക്കണം അമ്മേ എനിക്കൊരു കാര്യം പറയണ്ട അമ്മ അമ്മയോട് എന്താ ചോദിക്കുമ്പോൾ പറയും ഞാനേ അമ്മ ഇന്ന് നമ്മൾ ഗോൾഡ് ആഭരണങ്ങൾ മേടിച്ച ജ്വല്ലറി ഇല്ലേ നമ്മളല്ല നീ മേടിച്ച കട എങ്കിൽ ഞാൻ മേടിച്ച കടയിൽ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാനാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയാണ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചമ്മേ അത് കണ്ട ഗോൾഡ് കവറിങ് ആഭരണങ്ങളെ പോലെ തന്നെയുണ്ടോ സ്വർണ്ണാഭരണങ്ങളെ പോലെ അല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചമ്മേ, അത് ശരിക്കും അങ്ങനെയൊക്കെ വിളിക്കുമമ്മേ ചോദിക്കണേ ഒരിക്കലും അങ്ങനെ വിളിക്കില്ല, ഇതെന്തോ വേറെ ആരോ കരുതിക്കൂട്ടി കളിക്കുന്നത്. അതേ അമ്മ എനിക്ക് സംശയമുണ്ട്, സച്ചിയാണ് അതിൻ്റെ പുറകിലെന്ന് എനിക്ക് സംശയമുണ്ട് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണത് ശരിയാണ് സച്ചി തന്നെയാവും, സച്ചിക്ക് നിന്നെ നല്ല സംശയമുണ്ട്, സച്ചി ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് വിളിപ്പിച്ചതാവും, ചിലപ്പോൾ രേവതിയാവും വിളിച്ചിട്ടുണ്ടാവും. രേവതി അല്ലമ്മേ, രേവതിയുടെ ശബ്ദം എനിക്കറിയാലോ, രേവതിയുടെ ശബ്ദമല്ല ഞാൻ കേട്ടത് പറയാണ്. എന്നാൽ സച്ചി വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് വിളിപ്പിച്ചതാവും ശ്രുതി, അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെ വിളിക്കില്ല. ശ്രുതി അവൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചോ, അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, നിനക്കറിയാലോ പണ്ട് അവൻ നിന്നെ ഈ വീട് മുഴുവൻ ഓടിച്ചിട്ടടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അവൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കിട്ടാതെ അവൻ ഒതുങ്ങിയിരിക്കില്ല, കാരണം അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ, അവൻ എന്തായാലും അത് കണ്ടുപിടിക്കും. അത് നിനക്കറിയാലോ, അവൻ്റെ കൈയുടെ ചൂട് നിനക്കറിയാലോ, അതുകൊണ്ട് വേഗം അത് കൊണ്ടുവന്ന് വെക്കാൻ നോക്കിക്കോ. ഇനി എങ്ങാനും ബൈ ചാൻസ് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയിട്ട് ഗോൾഡ് കവർ ആഭരണങ്ങൾ വെച്ചത് നീയാണെന്നെങ്ങാനും അറിഞ്ഞ ശ്രുതി നിൻ്റെ കാര്യം കട്ട പോകുകയാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാണ്. ചന്ദ്രമതി പോകുമ്പോൾ ശ്രുതി അമ്മേ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.